മലമുകളിൽ ഹൊറേബ് മലമുകളിലാണ് ആടുകൾ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം ഇടപെടുകയാണ്. വലിയ ഒരു അനുഭവം നൽകിക്കൊണ്ടാണ് മോശയെ ദൈവം വിളിക്കുന്നത്. അവിടെ ഒരു മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയാണ്, പക്ഷേ കത്തിച്ചാമ്പലാവുന്നില്ല. ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠന പരമ്പരയുടെ 28ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ആവേശത്തോടും സന്തോഷത്തോടും കൂടിയാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നത്, പഠിക്കുന്നത്, കേൾക്കുന്നത് എന്നറിയുന്നതിൽ വലിയ സന്തോഷം, വലിയ അഭിമാനം. തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം, ലേവ്യരുടെ പുസ്തകം 2, 3, 4 അധ്യായങ്ങൾ, അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45-ാം അധ്യായമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പുറപ്പാട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, യാത്രയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള യാത്ര, അവരെ നയിച്ച മോശയുടെ ജീവിതമാണ് ആ പുസ്തകം മുഴുവനും. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ, മൃഗീയമായ അവസ്ഥ, അടിമത്തപ്പണി ചെയ്ത് ജീവിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ, അവരുടെ ദയനീയത. 2-ാമത്തെ അധ്യായത്തിൽ മോശ എന്ന കഥാപാത്രത്തെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുന്നു. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അവിടെ മോശ മിദ്യാനിലെ വലിയ പുരോഹിതനും മോശയുടെ അമ്മായിപ്പനുമായ ജത്രയുടെ കീഴിൽ ആടുകളെ മേയിച്ച് കഴിയുന്ന കാലം. മലമുകളിൽ ഹൊറേബ് മലമുകളിലാണ് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം ഇടപെടുകയാണ്. വലിയ ഒരു അനുഭവം നൽകിക്കൊണ്ടാണ് മോശയെ ദൈവം വിളിക്കുന്നത്. അവിടെ ഒരു മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയാണ്, പക്ഷേ കത്തിച്ചാമ്പലാവുന്നില്ല. കത്തി ജ്വലിക്കുന്നു, പക്ഷേ കത്തിച്ചാമ്പലാവുന്നില്ല. ഞാൻ ഇതിനെ ചേർത്ത് വയ്ക്കുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ സീ എന്ന് പറയുന്ന മനോഹരമായ നോവലിൽ സാന്റിയാഗോയുടെ ഡയലോഗാണ്. യു ക്യാൻ ഡെസ്ട്രോയ് ബട്ട് നോട്ട് ഡിഫീറ്റ്. നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അതുപോലെയാണ് ഇവിടെ. മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ കത്തിച്ചാമ്പലാവുന്നില്ല. ഇതൊരു ബിംബമാണ്. ഈ മുൾപടർപ്പിങ്കൽ തൊട്ടടുത്ത് നിൽക്കുന്ന മോശ ഇത്രമാത്രം വലിയ ഒരു അത്ഭുതം കണ്ടപ്പോൾ, ആകാംക്ഷയോടെ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ, ആ മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന്, കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് ദൈവം വിളിച്ചു, മോശ. മോശ വിളി കേട്ടു, നീ അടുത്തു വരരുത്, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതുകൊണ്ട് നിന്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക. ഇത്രമാത്രം വളരെ വിശ്വരൂപമായ തേജസ്സുള്ള ആ രൂപത്തെ നോക്കാൻ, ദൈവത്തെ നോക്കാൻ പോലും മോശ ധൈര്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം മുതൽ മോശയോട് ഈ അനുഭവം വിവരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുഖം പോലും നോക്കാൻ പോലും ധൈര്യപ്പെടാതെ തലകുനിച്ച് നിന്ന് എളിമപ്പെട്ട് നിന്ന മോസസിനെ കുറിച്ച് നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണെന്നറിയോ? മോശയെപ്പോലെ ദൈവത്തെ മുഖാമുഖം നോക്കി സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഇല്ല എന്നുള്ളതാണ് സത്യം. എളിമപ്പെട്ട് നിന്ന മോശയെ ദൈവം ഉയർത്തി എന്നതിൻ്റെ സൂചന ഞാൻ നേരത്തെ കൂട്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിനുശേഷം എളിമപ്പെട്ട് വിശുദ്ധനായി ചൈതന്യത്തോടെ നിന്ന ആ മോശനയോട് ദൈവം ഈ പ്രകാരം അരുളി ചെയ്തു, മോശ, എൻ്റെ ജനം, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. അവരുടെ ദീനരോധനം ഞാൻ കേൾക്കുകയാണ്. അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഞാൻ നയിക്കാൻ പോവുകയാണ്. അവിടെ ഇപ്പോൾ കാനാന്യർ, അമോര്യർ, ഹിത്യർ, ഹവ്യർ, ജെബ്യൂസ്യർ, പെരിയൂസ്യർ എന്നിവരാണ് വസിക്കുന്നത്. അവരുടെ നാട്ടിൽ അവരെ മാറ്റിക്കൊണ്ട് എൻ്റെ ജനത്തെ ഞാൻ നയിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മോശ
ആദ്യത്തെ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നീ ആരാണ്? ഇവിടെ മോശ ഈ പ്രകാരമാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. കർത്താവേ, കടിച്ച് കീറാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഈജിപ്തിലെ ഫറവോയുടെ മുമ്പിൽ എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് വിട്ടയക്കാൻ ഞാൻ പോകാൻ മാത്രം ഞാൻ ആരാണ്? തൻ്റെ അയോഗ്യത എളിമപ്പെട്ടവനായി മോശ ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ ദൈവം അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം. എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ നയിക്കത്തക്ക വിധത്തിൽ ശക്തവാനായൊരു ദൈവമുണ്ട് എന്ന് അവരോട് പറയുക. തുടർന്ന് മോശ ദൈവത്തോട് സംസാരിക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്, നീ ആരാണ്? കർത്താവേ, ഞാൻ പോകാം, ഞാൻ ചെന്ന് ഫറവോയുടെ മുമ്പിൽ ജനത്തെ മോചിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെ ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ നിന്നെ പറഞ്ഞയച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? അവിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനം. ചരിത്രത്തിൽ ഇടം നേടിയ വലിയൊരു പേരാണ്, ആരും പ്രതീക്ഷിക്കാത്തൊരു പേര്. അതിതാണ്, ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ പേര് ഞാനാകുന്നു. ഞാനാകുന്നു. ഇംഗ്ലീഷിൽ അതിൻ്റെ പരിഭാഷ ഈ പ്രകാരമാണ്, ഐ ആം ഹു ഐ ആം. ഞാനായിരിക്കുന്നവൻ ആരാണോ അതാണ് ഞാൻ. ഞാൻ ഈ മറ്റൊരു വാക്കിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ, നന്മ കളയാതെ. ഈ പ്രകാരമാണ്, ഞാനായിരിക്കുന്നവൻ അതാണ് ഞാനെങ്കിൽ ആയിരിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെയോ സൃഷ്ടികളൊക്കെ കാണുന്നതൊക്കെ ഞാനാണ്. ഈ പ്രപഞ്ചം ദൈവമാണ്. തുടർന്ന് മോശയും ദൈവവും തമ്മിലുള്ള സംഭാഷണം മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ദൈവം ഈ പ്രകാരം മോശയോട് പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ ദൗത്യം, നീ ഈജിപ്തിലെ ഫറവോയുടെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കണമെന്നുള്ള എൻ്റെ ദൗത്യവുമായി നീ പോകുമ്പോൾ ആദ്യം നീ ഒരു കാര്യം ചെയ്യണം, നീ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ആദ്യം പറയണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ ഒരു നയതന്ത്രമാണ്. അവിടെ മഹാശ്രേഷ്ഠന്മാർ ഇങ്ങനെ നേതാക്കളെ പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നീ ചെന്ന് പറഞ്ഞാൽ അതൊരു നയതന്ത്രത്തിന് കേടാകും, അല്ലെങ്കിൽ തെറ്റായിട്ട് മാറും. അതിന് പ്രൊസീജിയറുണ്ട്. നീ ചെന്ന് ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ നേതാക്കളോട് പറയണം. നമ്മളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവായി ദൈവം കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയതിന് ശേഷം ഈ പ്രകാരം പറഞ്ഞേക്കുന്നുണ്ടല്ലോ, നീ ആദ്യം പോയി പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് ഇവിടെയും ദൈവം മോശയോട് പറഞ്ഞു, നീ ആദ്യം പുരോഹിത ശ്രേഷ്ഠന്മാരെ അറിയിക്കുക. അതിനുശേഷം ദൈവം മോശയോട് പറയുകയാണ്, മോശ, എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഇസ്രായേൽ ജനത്തിനെ മോചിപ്പിക്കുന്നത്? ഇത്രമാത്രം ദയനീയമായ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. ഒരു ദൗത്യമുണ്ട്. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മരുഭൂമിയിൽ വന്ന് നീ എനിക്കായി, ഇസ്രായേൽ ജനം മുഴുവനും എനിക്കായി ബലി അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ സാരാംശമാണ് ഇത്ര നേരം സൂചിപ്പിച്ചത്. തുടർന്ന് ലേവ്യരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ധാന്യബലിയെക്കുറിച്ചും 3-ാമത്തെ അധ്യായം സമാധാന ബലിയെക്കുറിച്ചും 4-ാമത്തെ അധ്യായം പാപപരിഹാര ബലിയെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ ആദ്യം സൂചിപ്പിക്കുന്നത് ധാന്യ ബലിയെക്കുറിച്ചാണ്. കർത്താവിന് സമർപ്പിക്കേണ്ട ധാന്യബലി എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് നേർമയുള്ള മാവായിരിക്കണം അതിൽ ഉപയോഗിക്കേണ്ടത്.
ഒരുപാട് മാവ് നിങ്ങൾക്ക് ലഭ്യമാകാം, ഒരുപാട് മാവിൻ്റെ അംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭ്യമായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു നിർദ്ദേശം ദൈവം മുന്നിൽ വയ്ക്കുകയാണ്. അത് നേർമയുള്ളതായിരിക്കണം, നന്മയുള്ളതായിരിക്കണം, അത് ഭക്ഷിക്കാൻ പറ്റുന്ന തക്ക വിധത്തിൽ ആസ്വാദ്യകരമാകണം, നേർമയുള്ളതായിരിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, 2 കാര്യങ്ങൾ അതിൽ ചേർക്കണം. ഈ ധാന്യബലി സമർപ്പിക്കുമ്പോൾ അതിലൊന്ന് എണ്ണ, 2 കുന്തിരിക്കം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എണ്ണയും കുന്തിരിക്കവും വിശുദ്ധിയുടെ പ്രതീകമാണ്. അത് ചേർക്കുമ്പോൾ പാപം കഴുകിക്കളയപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. അത് സൗഖ്യത്തിൻ്റെ അടയാളവും കൂടിയാണ് എണ്ണയും കുന്തിരിക്കവും. ഇത് 2ഉം ചേർത്താണ് ബലിയർപ്പിക്കേണ്ടത്. എന്നാൽ ഇവ ചേർത്ത മാവ് ചുട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ നിർദ്ദേശങ്ങൾ തുടർന്നും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ കേട്ടോ, ഈ ചുട്ടെടുത്ത അപ്പം തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ വിശുദ്ധ ബലി ഓർമ്മിപ്പിക്കുന്ന കർത്താവിൻ്റെ തിരുശരീരമായി നമ്മൾ കാണുകയും ചെയ്യുക. ചുട്ടെടുത്ത അപ്പം തന്നെയാണ് കാൽവരി മലയിൽ സ്വന്തം ശരീരം മനുഷ്യമക്കൾക്കായി നാരികയുമായി യാതനകളേറ്റ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമായി സാമ്യപ്പെടുത്തി നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുക. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 3-ാമത്തെ അധ്യായത്തിൽ സമാധാന ബലിയെക്കുറിച്ചാണ് നാം വായിക്കുക. സമാധാനത്തിൻ്റെ ബലി ഇസ്രായേൽ ജനം അർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ആദ്യം. അവിടെ നീ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്നത് കാള പശു വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2-ാമത്തെ ഭാഗത്ത് നീ കൊണ്ടുവരുന്ന കാഴ്ചവസ്തു ആടുവംശത്തിലാണെങ്കിൽ അതെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിങ്ങനെ വേണ്ട വിശദ വിവരങ്ങളാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന് കാഴ്ചവെക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ പുരുഷ മേധാവിത്വം നിലനിന്നു കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ മുട്ടാടിനെ മാത്രമേ നീ ബലിയർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവസ്തു അവിടെ ജെൻഡർ വ്യത്യാസമില്ല. കർത്താവ് പറയുകയാണ്, നീ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്നത് കാളയായിക്കോട്ടെ പശു ആയിക്കോട്ടെ, പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഊനമറ്റതായിരിക്കണം. അതുപോലെ തന്നെ നീ കൊണ്ടുവരുന്ന കോലാടിൻ വംശത്തിൽപ്പെട്ട മുട്ടാടായിക്കോട്ടെ പെണ്ണാടായിക്കോട്ടെ ഊനമറ്റതായിരിക്കണം. ചെമ്മരിയാടായിക്കോട്ടെ ഊനമറ്റതായിരിക്കണം. എന്താണെന്നറിയോ? കറിയില്ലാത്തതായിരിക്കണം, വൈകല്യം ഇല്ലാത്തതായിരിക്കണം, അത്രമാത്രം പൂർണ്ണത ഉള്ളതായിരിക്കണം. അത് ശാരീരികമായി എല്ലാ തലത്തിലും. അവിടെ ചില നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് കേട്ടോ. നീ ഈ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്ന ഈ ബലി വസ്തുക്കൾ കൊണ്ടുവരിക, സമാഗമ വാതിലിൻ്റെ അവിടെ കൊണ്ടുവരിക, പുരോഹിതന്മാർ ഈ മൃഗങ്ങളുടെ തലയിൽ കൈവയ്ക്കുക, അതിനുശേഷം പ്രാർത്ഥിക്കുക, അതിനുശേഷം അതിന് വധിക്കുക. വധിച്ചതിന് ശേഷം 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എനിക്കായി കാഴ്ചവസ്തുവായി അല്ലെങ്കിൽ എനിക്കായി ബലിയർപ്പിക്കണം. 1 വൃക്കകൾ, 2 ശരീരത്തിൻ്റെ പ്രധാന ഭാഗമായ നട്ടലിൻ്റെ അടുത്തുള്ള മേധസ്, 3-ാമത്തത് കരൾ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവിന് സമർപ്പിക്കേണ്ടത് മേധസ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കർത്താവിനായി സ്വയം സമർപ്പിക്കപ്പെട്ട ആളുടെ പേരും മോസസ്. ഒരു വശത്ത് മേധസ് കർത്താവിന് സമർപ്പിക്കുമ്പോൾ മറുവശത്ത് മോസസ് നിലനിൽക്കുകയാണ്. അതിനുശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ പാപപരിഹാര ബലി. അവിടെ കർത്താവ് പറയുകയാണ്, ചെയ്യരുത് എന്നുള്ള തെറ്റിന് ആ കൽപ്പനയ്ക്ക് പകരമായി ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്താൽ നീ പാപപരിഹാര ബലി അർപ്പിക്കണം. 1 ശ്രദ്ധിച്ച് കേൾക്കുക, പുരോഹിതന്മാർ തെറ്റ് ചെയ്താൽ. 2 ഇസ്രായേൽ ജനം മുഴുവൻ തെറ്റ് ചെയ്താൽ. 3 അവിടുത്തെ ഭരണാധികാരികൾ തെറ്റ് ചെയ്താൽ. അതിനുശേഷം അവിടെയുള്ള പ്രത്യേകമായ സമൂഹം തെറ്റ് ചെയ്താൽ. 1-ാമത്തെ വിഭാഗം പുരോഹിതന്മാർ തെറ്റ് ചെയ്താൽ. പുരോഹിതന്മാരാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം തെറ്റ് ചെയ്താൽ
ഒരു കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ബലിയർപ്പിക്കണം. ഒപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ബലിമൃഗത്തിൻ്റെ മേധസ്, കരൾ, വൃക്കകൾ അത് പ്രത്യേകമായി എടുത്ത് ദൈവത്തിനായി കാഴ്ചയായി അല്ലെങ്കിൽ ബലിയായി സമർപ്പിക്കണം, ദഹിപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മുഴുവനും തെറ്റ് ചെയ്താൽ അവിടെയും ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരണം, സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരണം. അത് ഊനമറ്റതായിരിക്കണം, അതിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, വധിക്കണം. അതിൻ്റെ ആ മൃഗത്തിൻ്റെ ഉള്ളിൽ നിന്നും തന്നെ വൃക്കകൾ, കരൾ, മേധസ് എടുക്കണം. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ നേതാക്കൾ, ശ്രേഷ്ഠന്മാർ തെറ്റ് ചെയ്താൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ മുട്ടാടിനെയാണ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ഇസ്രായേൽ ജനത്തിൽ തന്നെ ഈ ശ്രേഷ്ഠന്മാരുടെ കീഴിലുള്ള ചെറു വിഭാഗങ്ങളുണ്ടാകുമല്ലോ, ചെറു സമൂഹങ്ങൾ. അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോലാടിൻ വിഭാഗത്തിൽപ്പെട്ട പെണ്ണാടിനെയാണ് സമർപ്പിക്കേണ്ടത്. ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഒരുക്കത്തോടുകൂടി ഊനമറ്റതായിട്ടുള്ള മൃഗങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന് പ്രീതിജനകമായ ബലി അർപ്പിക്കണമെന്നാണ് ലേവ്യരുടെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരാം. 45-ാം അധ്യായമാണ്. അവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരൻ്റെ ഭാവം നാം കാണുന്നുണ്ട്. അത് ഈ പ്രകാരമാണ്, സങ്കീർത്തകൻ ഈ പ്രകാരമാണ് ഉദ്ഘോഷിക്കുന്നത്: എഴുതാൻ വെമ്പി നിൽക്കുന്ന എഴുത്തുകാരൻ്റെ തൂലിക പോലെയാണ് എൻ്റെ നാവ്. സുന്ദരമായ വാക്കുകളാണ്. നിങ്ങൾ ബൈബിൾ വായിക്കണം കേട്ടോ, സുഭാഷിതങ്ങൾ വായിക്കണം, സങ്കീർത്തനങ്ങൾ വായിക്കണം. വളരെ രസകരമായ സാഹിത്യ ഭംഗി കലർന്ന സുന്ദരമായ മനസ്സിനെ സ്പർശിക്കുന്ന വാക്കുകളുണ്ട്. അവിടെ സങ്കീർത്തകൻ പറയാണ്, കർത്താവിനെക്കുറിച്ച് എഴുതാൻ വെമ്പി നിൽക്കുന്ന എഴുത്തുകാരൻ്റെ തൂലിക പോലെയാണ് എൻ്റെ നാവ്. അവിടെ നാവ് സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയാണെന്നറിയോ? ആദ്യം ഒരു രാജാവിനെ പരിചയപ്പെടുത്തുന്നു, ഒരു രാജ്ഞിയെ പരിചയപ്പെടുത്തുകയാണ്. രാജാവിനെ കുറിച്ച് പറയുന്ന ഈ പ്രകാരമാണ്: തേജസ്സോടും ധീരതയോടും കൂടി നീ നിന്റെ വാളെടുക്കുക, സത്യത്തിൻ്റെ കാവലാളാകുക, നീതിയുടെ സംരക്ഷകനാകുക. അതിനുശേഷം ഈ രാജാവിനോട് പറയുകയാണ്, നിനക്ക് വേണ്ടി സ്വർണ്ണമണിഞ്ഞു നിൽക്കുന്ന രാജ്ഞി അപ്പുറത്തുണ്ട്. അതിനുശേഷം ആ രാജ്ഞിയോട് പറയുന്നത് എന്താണെന്നറിയോ? നീ നിന്റെ പിതൃജനത്തെയും ജനത്തെയും പിതൃഗ്രഹത്തെയും മറന്ന് നിന്റെ രാജാവിനായി നീ വിഭൂഷിതയാകുക, ഒരുങ്ങി നിൽക്കുക. അതിനുശേഷം അങ്ങനെ ഒരുങ്ങി നിന്നാൽ കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചാണ് ആ സങ്കീർത്തന പുസ്തകം വിവരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ രാജാവ് ആര്? രാജ്ഞി ആര്? രാജാവ് ഇസ്രായേൽ ജനമാകാം, രാജ്ഞി ആര്? കാനാൻ ദേശമാകാം. ഇവിടെ രാജാവ് എന്ന് പറയുന്നത് രാജാവിനെ പോലെ വരികയാണ് ഇസ്രായേൽ ജനം. ഇതാ സ്വർണ്ണ വിഭൂഷിതയായി നിൽക്കുന്ന രാജ്ഞി എന്ന് പറയുന്നത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാണ്. എത്ര മനോഹരമായ ബിംബമാണ് പ്രിയപ്പെട്ടവരെ. ഈ 3 ഭാഗങ്ങളെ ഒന്ന് കൂട്ടിച്ചേർത്ത് സമരസപ്പെടുത്തി സംസാരിക്കുന്നതിന് ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതെന്താണെന്നറിയോ? പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം ആരംഭിക്കുന്നത് മോശ ജെത്രോയുടെ, അമ്മായിപ്പനായി ജെത്രോയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായിട്ടാണ്. പക്ഷേ പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ അവതരിപ്പിക്കുന്നത് മിദ്യാനിലേക്ക് ഒളിച്ചോടിപ്പോയ മോശ അവിടെ റഹുവേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ 7 മക്കളിൽ ഒരാളെ വിവാഹം കഴിക്കുകയാണ്, സിപ്പോറ. അങ്ങനെയെങ്കിൽ മോശയുടെ അമ്മായിപ്പനാരാ? റഹുവേലല്ലേ? പക്ഷേ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അമ്മായിപ്പനും പുരോഹിതനുമായി ജെത്രോയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതാരാണ്? 2 അമ്മായിപ്പന്മാരുണ്ടാകില്ലല്ലോ. അതിന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ചിലപ്പോൾ റഹുവേലും ജെത്രോയും ഒരാൾ തന്നെയായിരിക്കാം, 2 പേരാകാം. സാധാരണ ഒരു വ്യക്തിയെ 2 പേരിൽ വിളിക്കാമല്ലോ. മറ്റ് ബൈബിൾ പണ്ഡിതന്മാർ ഇപ്രകാരമാണ് പറയുന്നത്. ഇതിൽ റഹുവേൽ എന്ന് പറയുന്നത്
ഒരു ഗോത്രത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ആകമാനം സമൂഹത്തിൻ്റെ ഒരു പുരോഹിതനായിരിക്കാം. എന്നാൽ ജത്രോ എന്ന് പറയുന്നത് യഥാർത്ഥ അമ്മായിപ്പൻ തന്നെയാകാം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ആശയങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാൻ മോശയിലേക്ക് തന്നെ പിന്നെയും ചേർത്ത് വയ്ക്കുകയാണ്. ലേവ്യരുടെ പുസ്തകത്തെ ബലി അർപ്പിക്കാനായിട്ട് വെക്കേണ്ടത് ഊനമറ്റ ബലിവസ്തു വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന കർത്താവ് എന്തുകൊണ്ട് ബലി അർപ്പിക്കാനായിട്ട് സ്വയം തയ്യാറായിട്ട് നിൽക്കുന്ന ആ മോശ എന്ന് പറയുന്ന കഥാപാത്രം ഊനമറ്റതായിരുന്നോ? മോശ തന്നെ സ്വയം പറയുന്നുണ്ടല്ലോ, എനിക്ക് വിക്കുണ്ടെന്ന്, എനിക്ക് കഴിവില്ലെന്ന്, ഞാൻ ആരാണ്, ഈ ഫറോയുടെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു മനുഷ്യനല്ലേ നമ്മൾ കണ്ടുമുട്ടുന്നത്. കർത്താവ് പിന്നെ എന്തുകൊണ്ട് ഒരു കഴിവില്ലാത്ത ആളെ പിടിച്ച് ഈ നേതാവാക്കി? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ, നമ്മളുടെ തിരഞ്ഞെടുപ്പല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. നമ്മുടെ മനസ്സിലുള്ള പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ ഒരാളെ പൂർണ്ണരാണെന്ന് മാനുഷികമായി വിലയിരുത്തും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ പൂർണ്ണനാകണമെന്നില്ല. നമ്മൾ അപൂർണരായിട്ട് കാണുന്നവരായിരിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണർ. അതുകൊണ്ട് അവരിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോശയെ ദൈവം തിരഞ്ഞെടുത്തത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്തയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് കർത്താവിന് ഒരുക്കേണ്ട ബലിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് പുറപ്പാടിൻ്റെ പുസ്തകം. അതൊരു യാത്രയാണ്. ദൈവം കരുണയുള്ളവനാണ്. ദൈവം ആരെയും മറന്നു പോകുന്നില്ല. ദൈവം സ്നേഹിക്കുന്നവനാണ്. ആ ചിന്തയോടു കൂടി ദൈവം ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, ഞാൻ നിങ്ങളോട് കാണിച്ച കാരുണ്യത്തിന് നിങ്ങൾ എനിക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പാപപരിഹാര ബലി അർപ്പിക്കണം. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഒരുക്കമുള്ള ബലി അർപ്പിക്കണം. ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പരിശുദ്ധമായ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ഒരുക്കമുള്ളവരാണോ? ഊനമറ്റ വസ്തുവിനെ ബലിയർപ്പിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ ഒരുക്കമുള്ളവരായി തീരണം എന്നുള്ളത് തന്നെയാണ്. എല്ലാ ദിവസവും ബലിയർപ്പണത്തിന് വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ ഒരുക്കമില്ലാത്ത ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് നമ്മളൊക്കെ പങ്കുചേരുമ്പോൾ ആ ബലി പൂർണ്ണമാണോ? അതുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുക്കം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ 28ാമത്തെ ദിവസം ഈ ഭാഗങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ഒരുക്കമുള്ളവരായി ഇനി മുതൽ കർത്താവിൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ സവിധയെ നമുക്കായിരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അധ്യായം 3. മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്നൊന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശേ, മോശേ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്. നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും
വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളെ ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ പറയുന്നത് അവർ അനുസരിക്കും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊന്നിച്ച് നീ ഈജിപ്തിലെ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. കരുത്തുറ്റ കരം കൊണ്ട് നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്തിലെ രാജാവ് നിങ്ങളെ വിട്ടയക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ കൈനീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തിനെ പ്രഹരിക്കും. അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും. ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനമുളവാക്കും. അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം. അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം. അധ്യായം 2. ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തിരിക്കമിടുകയും ചെയ്യണം. അത് അഹറോന്റെ പുത്രന്മാരായ പുരോഹിതരുടെ മുൻപിൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു കൈ മാവും എണ്ണയും കുന്തിരിക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിച്ച ഭാഗം അഹറോനും പുത്രന്മാർക്കും ഉള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം. നിന്റെ ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു വറച്ചട്ടിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. കഷണങ്ങളായി മുറിച്ച് അതിൽ എണ്ണയൊഴിക്കണം. അത്
ഒരു ധാന്യബലിയാണ്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. ഇവ കൊണ്ടുണ്ടാക്കിയ ധാന്യബലി കർത്താവിന് കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം. അവനത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിക്കുന്നത് അഹറോനും പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത്. ദഹനബലിയായി പുളിമാവോ തേനോ അർപ്പിക്കരുത്. എന്നാൽ അവ ആദ്യഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം. അവ ഒരിക്കലും കർത്താവിന് സുരഭില ബലിയായി ദഹിപ്പിക്കരുത്. ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങൾ കർത്താവിന് ധാന്യബലിയായി സമർപ്പിക്കുന്നെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികൾ തീയിൽ ഉണക്കിപ്പൊടിച്ച് സമർപ്പിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തുരുക്കമിടുകയും വേണം. അത് ഒരു ധാന്യബലിയാണ്. പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശമെടുത്ത് കുന്തിരിക്കം മുഴുവനും കൂടി പുരോഹിതൻ ദഹിപ്പിക്കണം. അത് കർത്താവിനുള്ള ദഹനബലിയാണ്. അധ്യായം 3. സമാധാന ബലിക്കായി കാലിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം. ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ കൊല്ലുകയും വേണം. അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. അഹറോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാന ബലിക്കായി കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം. ആട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം. അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ മേധസ്സും ആന്തരികാവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും നട്ടെല്ലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത വാലും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിന് ഭോജനബലിയായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം. അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജനബലിയാണ്. മേധസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ. രക്തവും മേധസ്സും ഭക്ഷിച്ചുകൂടാ എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും. ഇസ്രായേൽ രാജാവിന്റെ വിവാഹവേളയിൽ പാടിയിരുന്നതാണ് 45-ാം സങ്കീർത്തനം. നമ്മുടെ എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആലപിക്കാവുന്ന ഒരു കല്യാണ ഗീതമാണിത്. എന്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു. ഈ ഗീതം ഞാൻ രാജാവിന്
സമർപ്പിക്കുന്നു. ഈ ഗീതം ഞാൻ രാജാവിനു സമർപ്പിക്കുന്നു. തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ്. നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ. നിന്റെ അധരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു. ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വീരപുരുഷ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക. സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്കു മുന്നേറുക. നിന്റെ വലത്തുകൈ ഭീതി വിതയ്ക്കട്ടെ. രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറച്ചു കയറും. ജനതകൾ നിന്റെ കീഴിൽ അമരും. നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നിന്റെ അങ്കി നറും പശയും ചന്ദനവും ലവംഗവും കൊണ്ട് സുരഭിലമായിരിക്കുന്നു. ദന്തനിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാദം നിന്നെ ആനന്ദിപ്പിക്കുന്നു. നിന്റെ അന്തഃപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട്. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായിച്ചു ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവു നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. ടൈർ നിവാസികൾ നിന്റെ പ്രീതി കാംക്ഷിച്ച് ഉപഹാരങ്ങൾ അർപ്പിക്കും. ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും. രാജകുമാരി സ്വർണ്ണക്കസവുടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ച് അവളെ രാജസന്നിധിയിലേക്കാനയിക്കുന്നു. കന്യകമാരായ തോഴിമാരവൾക്ക് അകമ്പടി സേവിക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ
പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും. ഭൂമിയിലെങ്ങും നീയവരെ അധിപതികളായി വാഴിക്കും. തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാനിടയാക്കും. ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും.